ചെയ്യാൻ പോവാ? പോളോ അസാദോ. ഇതെന്താ മാളു കുരുവില്ലാത്ത ഓറഞ്ചാ മാളു? ഞാൻ നിന്നെ കാത്തിരിക്കുകയായിരുന്നു. എന്താ ശിവൻ തന്നെ ആയോ? ആയി ആയി. വെള്ളം പോലെ എടുത്തേക്കണം കേട്ടോ. കേട്ടെന്ന് പറയാം. വയ്ക്കോ, ഞാൻ വരാം. ഓക്കെ. വലുതല്ലേ? നീ ഒന്ന് ആലോചിച്ച് നോക്ക്. ഇത്ര അടുത്ത് കൂടെ അത് പോണെങ്കിൽ അവിടെ എന്ത് ആഴം ഉണ്ടായിട്ട് വേണം. അതാണ് ഇവിടെ ഒന്നും ആരെയും ഇറക്കാത്തത്. ഇത്ര ദൂരെ നിന്ന് കാണുമ്പോൾ അത് ഇത്ര വലുത്. അടുത്ത് കാണുമ്പോൾ എന്ത് വലുതായിരിക്കും? നമ്മൾ വിചാരിക്കും പതുക്കെ പോണേ, പക്ഷെ നല്ല സ്പീഡാ. അമ്മായി നിന്ന് വരും. ആണ്ടിലും കൊല്ലത്തിലും മക്കളുടെ അടുത്ത് പോണേ, ഓണമൊക്കെ ആഘോഷിച്ച് പതുക്കെ വരുമായിരിക്കും. വെജിറ്റേറിയൻ കഴിക്കാൻ പോയിരിക്കും. നമ്മുടെ അടുത്ത് ഇറച്ചി, മീന്, ബീഫ് മടുത്തിട്ടുണ്ടാവും പാവത്തിന്. ഈ പച്ചക്കറിയൊക്കെ കഴിച്ച് വയറൊക്കെ ഒന്ന് റെഡിയാക്കി വീണ്ടും വരും പാവം. ഞാൻ കുടിച്ചേ. ഇത് മതി. ഇത് പാലാ. എനിക്ക് പാല് വേണ്ട. ഓട്സ് ഒക്കെ കഴിച്ചു. ബാ. ആന ചിക്കൻ. കരളൊന്നും വേണ്ട. ഇതിന് കരൾ വേണ്ട. പോളോ അസാദോ, അതാണ് എൻ്റെ പേര്. വേണോ? മാളുവിന്റെ കരള് തരട്ടെ? എന്നാ ഏറ്റവും കൂടുതൽ കോൺസെൻട്രേഷൻ ഉള്ള ജീവിയാണ്.
ഇതെന്താ മാളു കുരു ഇല്ലാത്ത ഓറഞ്ചാ മാളു? ഞാൻ കുരു ഇതാക്കാൻ വേണ്ടിയിട്ടാണ് ഇത് നോക്കിയത്. കുരു ഇല്ല അതുകൊണ്ട് കുരു ഉണ്ട്. വെക്കട്ടെ ഇതില്. ആ ആരോഗ്യമില്ലാത്തൊരു കുരു ഉണ്ടാ. വീണ്ടും കുഞ്ഞ്. അത്രയ്ക്ക് പുളിയുണ്ടാ? ഓ എത്തി അരക വരും. വെളുത്തുള്ളി എടുത്തിട്ടെ. ഒറിഗാനോ, പാപ്രിക്ക പൗഡർ, എന്തോ അത് ജീരകപ്പൊടി, പാപ്രിക്ക പൊടി അത് മുളക് പൊടി എണ്ണയും കൂടി. അത് ഈ സ്മോക്ക് ചെയ്ത് എന്താ പറയാ പുകച്ചു വരുന്ന മുളക് പൊടിയാണ്. അതിനാണ് പാപ്രിക്ക പൗഡർ എന്ന് പറയുന്നത്. മനസ്സിലായോ? പശ്ചിമലത്തേക്ക് പറഞ്ഞാൽ പോയി എന്ത് ഞാൻ ഇങ്ങനെ എനിക്ക് അറിഞ്ഞൂടാത്ത ഭാഷ പറയണേ. അപ്പൊ ഇത് മുളക് പൊടിയാണോ? ഓക്കെ, ഇത് മുളക് പൊടിയാണോ? ആ മുളക് പൊടി. മറ്റേ ഇത് അയ്യോ എൻ്റെ കസൂരി മെത്തി നമ്മളെ മെയിൻ സാധനം കേട്ടോ, നമ്മുടെ മെയിൻ. ഓ പറപ്പിച്ചല്ലേ, പറപ്പിക്കല്ലേ. എടുത്ത് കഴിച്ചു നോക്കിയേ പുളിപ്പുണ്ടാന്ന്. ഒരു മിനിറ്റേ, ഇതിന്റെ പുളിപ്പ് വേണം ചിക്കനിൽ കയറാൻ. ഇല്ല ഉപ്പില്ല. ഉപ്പിട്ടിട്ടില്ല. അല്ലെങ്കിലും ഉപ്പില്ലല്ലേ? പുളിപ്പുണ്ട് കുറച്ചുകൂടെ. പക്ഷെ പുളിപ്പ് വേണം മാളൂ. ഇനിയോ? ഒരു നുള്ള് വേണം. നമ്മൾ നാരങ്ങ ഒരു നുള്ള് ഒഴിക്കാം നമുക്ക്. ഗ്രേവി ടേസ്റ്റ് ഉണ്ടല്ലേ. ഇതെന്തിനാ ഇങ്ങനെ ചെയ്യണമെന്നറിയോ? എന്താ ഇതെന്തിനാ ഇങ്ങനെ ചെയ്യണമെന്നറിയോ? എന്തിനാ? എന്താ കാര്യമുണ്ട്, പച്ച ചുവ വരാതിരിക്കാൻ. ഉപ്പിട്ടില്ല. ഇത്തിരി പെതട്ടാനല്ലേ? ഇത്തിരി ഉപ്പ് വേണ്ട, ഇത്തിരി. നല്ല അടിപ്പം ഗ്രേവി ആയിരിക്കും മോളെ. കുറുകി തുടങ്ങി. ചൂടല്ലേ? ചൂടാ. ഇട്ട സ്ഥലത്ത് തന്നെ ഇടരുത്, ഇടാത്ത സ്ഥലത്തിടണം. ഓക്കെ. തണുത്ത് കഴിഞ്ഞതിന് ശേഷം നമുക്ക് കൈവച്ച് ചെയ്യാം. എന്റെ മാവിന്റെ കൈ നീ പേടിക്കണ്ട. തീർന്നോ? അടിയിൽ നിറയുണ്ട്. ഓക്കേ. ആ എള്ളുണ്ട നീ പരത്തി വെച്ചപ്പോ നിനക്ക് സമാധാനമായല്ലോ അല്ലേ? ഇല്ലേ? കറക്റ്റ് നീ പരത്തി വെച്ചില്ലേ? കപ്പലണ്ടി മുട്ട കണക്കായി. എന്താ മുളകിന്റെ പ്രത്യേകത? എള്ളുണ്ട് തന്നെയല്ലേ? അത് പരന്നിരിക്കണമെന്നല്ലേ? അപ്പൊ ഒരു പേര് നീ പറഞ്ഞേ. പരന്നുണ്ട അല്ല, അപ്പളും ഉണ്ടല്ലേ? എള്ളു പരന്നത്. എള്ളു പരന്നത്. എള്ളുണ്ടാ എള്ളു പരന്നത്. അമ്മായി ഇല്ലാത്ത പറഞ്ഞ ഒരു മൂടില്ലല്ലേ? നീ എന്തെങ്കിലും കൗണ്ടറൊക്കെ പറഞ്ഞോട്ടിരിക്കും. കളിച്ച കോമഡി. പക്ഷെ ഹൈ ക്ലാസ് പഠിക്കും.
ചില സമയത്ത് കിടു സാധനങ്ങൾ വരും. ഒരു ചൂട് കട്ടൻ കുടിക്കുമ്പോൾ ഒരു സമാധാനം ഒന്ന് വേറെ അല്ലേ. പണിയുണ്ട് കേട്ടോ ഇനി ചിക്കൻ വറക്കണം. അത് വെച്ച് ഫോയിൽ വെച്ച് പൊതിയണം. എനിക്ക് വാ, എനിക്ക് പോവാം. വാ. ഇനി ഞാൻ കൈ വെച്ച് അമർത്തിയ വിവരം അറിയുന്നു. നീ ആ സ്പൂൺ എടുത്ത് ഇങ്ങനെ കുത്തിയേ, അമർത്താൻ നല്ലോണം. ഫോയിൽ പേപ്പർ എടുത്താ അത് നാരങ്ങ അതിൽ അല്ലേ തൊണ്ട. നീ അമർത്തുമാളൂ വേവട്ടെ. ആ മാംസം കൂടുതലുള്ള ഭാഗത്ത് അമർത്തും. ഇവിടെ വെച്ചിട്ട് എന്തി പറയില്ല. അതെ പറയില്ല, കണ്ടാ മതി. ആവി ഏറ്റിക്കോ? ആവി ഏറ്റിക്ക് പറയില്ല. ഏകദേശം വെന്തില്ലേ മാളു? ഏകദേശം വെന്തില്ലേ? ഏകദേശം വേവാൻ പാടുള്ളൂ. അടുപ്പ് കത്തിച്ചോ, അടുപ്പ് കത്തിച്ചോ. തീ കളയല്ലേ. നടുക്ക് നടുക്ക്. ഓക്കെ ഓക്കെ ഓക്കെ. നേരത്തെ പോലെ അമർത്തി അമർത്തി കൊടുത്തു. കണ്ടിന്യൂ. അത് ഇല്ല വായി തിരിച്ചിടുമ്പോഴാണ് പാട്. ഇങ്ങനെ ഇടുമ്പോൾ കുഴപ്പമില്ല. മതി. സുന്ദരിയായില്ലേ? ഓക്കെ അല്ലേ? ഒരു കുഞ്ഞു പാത്രം എടുത്തുണ്ടാവുള്ളൂ. ഇത് ഇട്ട് വെക്കാം. ഇനി ഇത്തിരുന്ന് വേവട്ടെ. ഇത് എവിടെ തല എവിടെ പാലെന്നൊന്നും അറിയില്ല അല്ലേ മാളു?
ഇവിടെ 2 കാല. ഓക്കേ, ഞാൻ കണ്ടെത്തിയിരിക്കുന്നു. കണ്ടെത്തിയാ? ഇതെന്താ അല്ല അത് ഒരു കളറും ഇത് വേറെ കളറും. അത് നീ കണ്ടില്ലായിരുന്നാ? ഞാൻ ഇതില് ബാലൻസ് ഉണ്ടായിരുന്ന മസാല ഇതിനകത്ത് ഇട്ടായിരുന്നു. എന്നിട്ടാണ് ഇത് പൊതിഞ്ഞു വെച്ചത്. ഇനി പാപ്രിക്ക പൗഡറൊക്കെ അല്ലേ, എരിവ് കൂടണ്ടെന്ന് വിചാരിച്ചിട്ട് അതില് പെരട്ടിയില്ല. ടേസ്റ്റ് ഉണ്ട്, പക്ഷെ എനിക്ക് അരപ്പാണെങ്കിൽ ഇതിൽ നിന്ന് എടുത്തോ. ഇതിൽ മസാല ഒന്നും ഇല്ലാത്തോണ്ട് വലിയ പുളിയൊന്നുമില്ല. വിചാരിച്ചത്ര പുളിയില്ല, എന്നാ പുളിയുണ്ട്. ചൂട് ഇത് ആക്ച്വലി ഇങ്ങനെ ഉയർത്തി വയ്ക്കാം, അപ്പം ഗ്രേവി തിന്നാൻ പറ്റും. ഒടിക്കുക തന്നെ. ഇത് ഗ്രേവിയാണ് എണ്ണയാണ്? ഗ്രേവി. ഇത് എരിവുള്ള ടേസ്റ്റ് ഇഷ്ടപ്പെട്ടു. ആസാദോ